ചേച്ചിയൊക്കെ കൂടി കടന്നു പോകുന്ന സമയമാണ്. നമ്മൾ ഈ സമയം പ്രാർത്ഥനയോടുകൂടെ ഒരല്പസമയം ജീവിതത്തെ സമ്പൂർണ്ണമായിട്ട് പ്രത്യേകിച്ച് പുതിയ ഒരു കാൽവയ്പ് ഏറ്റവും അനുഗ്രഹദായകമായി തീരുവാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ദൈവാനുഗ്രഹം എല്ലായ്പ്പോഴും ജോബിനോടുകൂടെ ലിനിയോടുകൂടെ ഉണ്ടാകണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണമായി തമ്പുരാൻ സമർപ്പിച്ച് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. കാരുണ്യവാനായ കർത്താവേ, സ്ഥാപിച്ച വിവാഹം എന്ന മനോഹരമായ കൂദാശയിലേക്ക് പ്രവേശിക്കുന്ന ജോബിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ വേളയിൽ ഞങ്ങളുടെ തിരുസാന്നിധ്യം ഉണ്ടാകണമേ. ഭക്തിയോടെ ശ്രദ്ധയോടും കൂടി പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലേക്കു തെല്ലും ദൈവമാണെൻ പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനെൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനെൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിനങ്ങേ കനിവെഴും കഥകൾ കേട്ടു ലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. കർത്താവിന് സത്യമായി ഞങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്ന സകലത്തിന്റെയും നാഥ എന്നേക്കും. പാടിടുവിൻ സർവ്വമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങ് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ അങ്ങ് കുടുംബത്തെ രൂപീകരിക്കുകയും നവീകരിക്കുകയും ചെയ്തു. അങ്ങയുടെ വചനത്താൽ തന്നെ പുതുതായി രൂപം കൊള്ളുന്ന കുടുംബങ്ങളെ നയിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ദൈവമേ ഹൃദയവയലുകളൊരുക്കേണമേ. സാദരം ഞങ്ങളെന്നതു കേട്ടു നാഥാ, ജീവിതത്തിൽ പകർത്താനി വരം നൽകണേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഫരിസേയരുടെ
അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞ, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏകശരീരമായി തീരുമെന്ന് അവിടെ അരുളി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ല. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് ഭാര്യ ഉപേക്ഷിക്കുവാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യാഭർത്തൃ ബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ ആരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ജോബിൻ വിവാഹം എന്ന കൂടാശ വിശുദ്ധീകരിക്കുന്ന കർമ്മം ജീവിതത്തിൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. നീണ്ട കാലത്തിന്റെ ഒരുക്കവും പ്രാർത്ഥനയും ആഗ്രഹവും സ്വപ്നവും ഒക്കെ സഫലമാക്കപ്പെടുവാൻ വേണ്ടി പോകുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷവും ഒത്തിരി പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ട്. അതൊക്കെയും അനുഗ്രഹദായകമായി തീരട്ടെ. ദൈവം കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വായിച്ചു കേട്ട തിരുവചന ഭാഗം 19-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിലെ മത്തായി ശ്ലീഹാപ്പെടുന്നു, കൃപ ലഭിച്ചവരല്ലാതെ ആരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല എന്നൊരു വാചകമാണ്. പരിസയർ ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, ഈ വിവാഹബന്ധം വേർപെടുത്താൻ വേണ്ടിയിട്ട് പറ്റുമോ? അതിന് മറുപടിയായിട്ട് ഇതൊരിക്കലും വേർപെടുത്താനാവാത്ത വിധം അവിഭാജ്യമായ ഒരു കൂട്ടായ്മയിലേക്ക് ദൈവം ചേർക്കുന്നതാണ് എന്ന തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവം കൂട്ടി യോജിപ്പിക്കുന്ന ബന്ധമാണ് വിവാഹം. അത് ഭൂമിയിൽ വ്യക്തികൾ തമ്മിലാണ് എങ്കിൽ അത് ഉറപ്പിക്കപ്പെടുന്നത് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് മുൻപിലാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തോടു കൂടെയാണ് ജീവിതം. രണ്ട് കൊളുത്തുകൾ, രണ്ട് കണ്ണികളെ ചേർക്കണമെങ്കിൽ മൂന്നാമതൊരു കണ്ണി അതിനോട് ചുറ്റി ചേർക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ കാണാറും. ആ കണ്ണി ദൈവമാണ്. അപ്പോൾ ആ കണ്ണിയാണ് ഈ ഭൂമിയിലെ ബന്ധങ്ങളെയൊക്കെയും കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് ദൈവം കൂട്ടി യോജിപ്പിക്കുന്നതിന് ഒരിക്കലും മരണത്തിലൂടെ അല്ലാതെ വേർപെടുത്താനാവാത്തതാണ് എന്ന് സ്നേഹപൂർവ്വം ഉൾപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല തീരുമാനം കൈക്കൊണ്ട് ഏറ്റവും വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിക്കാൻ വേണ്ടി ദൈവം ഇടവരുത്തട്ടെ. നാളെ ഇതൊക്കെ ഓർത്തു വേണം. വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യമാക്കി വലതുകരം വെച്ച് പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി വിവാഹാന്തസ്സിലേക്ക് പ്രവേശിച്ചവരൊക്കെ ആ പ്രതിജ്ഞാവാചകങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് അനുസ്മരിക്കുന്നുള്ളതാണ്. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളുക. ഇത് പാലിക്കുക എന്നുള്ളത് ദമ്പതികൾ ദൈവത്തിന് കൊടുക്കുന്ന വാഗ്ദാനമാണ്. അതുകൊണ്ട് ജോബിൻ എല്ലായ്പ്പോഴും ഈ പ്രമാണം കാത്തു സൂക്ഷിച്ച് നല്ല മകനായി, നല്ല ഭർത്താവായി, നല്ല അപ്പനായി, വിശുദ്ധിയുള്ള നല്ല വല്യപ്പം വരെയൊക്കെ അങ്ങനെ ആയിത്തീരണം. അപ്പോൾ അതൊക്കെയാണ് എല്ലാവരുടെയും സ്വപ്നം. അങ്ങനെ ഒത്തിരി നന്മയോടെ ജീവിക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും, അല്ലേ? യെസ്. അപ്പോൾ അതുകൊണ്ട് കുടുംബം അനുഗ്രഹീതമായി തീരട്ടെ. സ്വർഗത്തിൻ്റെ സന്തോഷം ഈ ഭൂമിയിൽ ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ, സ്നേഹിക്കുവാനൊക്കെ ഈ കുടുംബാംഗങ്ങൾക്ക് സാധ്യമാകട്ടെ. ജോബിനെല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഒത്തിരി സ്നേഹത്തോടെ. സൃഷ്ടാവായ ദൈവമേ, വിവാഹമെന്ന കുദാശ സ്ഥാപിക്കുവാനും അതിൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുവാനും പുസ്തകമായിട്ട് അഭിഷേകം നൽകിയും ഈ മകനെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ വിശുദ്ധയിലും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും എന്നും ജീവിക്കുവാൻ ഇവനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന ഉന്നതമായ ദൈവത്തെ തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും ഈ ദമ്പതികളെ സഹായിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവനെയും ഇവന്റെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അനുഗ്രഹിക്കണമെന്നും ഇവന്റെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് നിത്യഭാഗ്യമായി കൽപ്പിച്ചിട്ടുള്ളമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ത്യാഗപൂർണമായ ജീവിതം വഴി പരസ്പരം ആശ്വസിപ്പിക്കുവാനും ഇവനെ ശക്തനാക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തെറ്റിദ്ധാരണകൾക്ക് വഴിപ്പെടാതെ പരസ്പരം വിശ്വസിക്കുവാനും കുടുംബജീവിതത്തിലെ ക്ലേശങ്ങൾ ഒരുമയോടെ സഹിച്ച് ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാക്കി തീർക്കുവാനും ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളെ വധുവായി ഈ ഭവനത്തിലേക്ക് വരുന്ന വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ,
കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും വിലപ്പെട്ടവരായ നല്ല കുഞ്ഞുങ്ങളെ നൽകിയും ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ജോബിന് മുട്ടുമേൽ നിൽക്കും മാതാപിതാക്കളെ ശിരസിൽ കവിച്ച് അനുഗ്രഹിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ സമ്മാനിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹം ദൈവാനുഗ്രഹങ്ങളെ മക്കളുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യുന്ന നമുക്കൊന്നു ചേർന്ന് പരിശുദ്ധാത്മാവിനൊരു ഗീതം ആലപിച്ച് പ്രിയപ്പെട്ട ജോബിന് വേണ്ടിയിട്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശവീശുന്ന മോഹന ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങളോടൊപ്പം പുരോഹിത്യത്തിന്റെ ആശീർവാദം കൂടി ജോബിന് നൽകുകയാണ്. ഇവിടെ ജോസഫിന് ശിരസിൽ കവിച്ച് അനുഗ്രഹിച്ച് ഈ സമയം പ്രാർത്ഥിക്കുന്നു. അബ്രാഹത്തിനെയും ഇസഹാക്കിനെയും യാക്കോബിനെ ദൈവം നിനക്ക് വഴികാട്ടിയായിരിക്കട്ടെ. ദൈവം നൽകുന്ന സന്തതികളിലൂടെ നീ നിന്റെ കുടുംബവും തലമുറകളും സഭയെ അനുഗ്രഹിക്കപ്പെട്ട നിന്നോട് ആരംഭിക്കുന്ന പുതിയ കുടുംബം സമൂഹത്തിന് മാതൃകയായി തീരെ ദൈവം ഇടയാക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കാനായിലെ കല്യാണ വിരുന്ന് സംബന്ധിച്ച് വധൂവരന്മാരെയും കുടുംബാംഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച ഈശ്വനാഥ നാളെ വിവാഹിതനാകാൻ വേണ്ടി പോകുന്ന ജോബിനെ അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിന് തലവനായ യോസേപ്പെ, ഞങ്ങളുടെ അമ്മയെ വിശുദ്ധകന്യകാമേ, സകല വിശുദ്ധരെ ഇവരുടെ പേരിന് കാരണഭൂതരായിരിക്കും സ്വർഗീയ വിശുദ്ധരെ ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കി തീർക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന കുടുംബാംഗങ്ങളും അയൽക്കാരും മറ്റെല്ലാവരും നമ്മുടെ കർത്താവിശ്വം ശിയുടെ വിശുദ്ധ കുരിശിനാൽ സംരക്ഷിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണ്, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണ്. താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ. നെഞ്ചോരം ഢോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടൻ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. കൊണ്ടൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ലക്കെത്തി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ട്. ആശപ്പും കൊട്ടാരം
ചെക്കന് മധുരം കൊടുക്കട്ടെ, ചെക്കന് മധുരം കൊടുക്കട്ടെ, ചെക്കന് മധുരം കൊടുക്കട്ടെ. എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല മാറത്തെ മൈനെ നിൻ പേരെ കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല പാടാനി ഞാനില്ല ജില്ലം ജില്ലാല. കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഡോലുണ്ട് ചുണ്ടോരം ശീലുണ്ട്, രണ്ടാളും കൂടുമ്പോ കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേരാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടി ചെണ്ടയും പൊട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലാല.
പിന്നെ 4 പേര് അറിയട്ടെ. നാളെ പള്ളിയിൽ പോകാൻ നിന്നെ എടുക്കാൻ വേണ്ടി മാറാനിശോ പദവിയിലെ മണർക്കോല പുതുമ കാൺമാൻ കൂറാന ബന്ധുക്കളും ഗുണമുടയ അറിവുള്ളോരും അപ്പനോട് അമ്മാവന്മാർ അയലാരും ബന്ധുക്കളും തേരാനാധനത്തെയൊത്ത് വേഗമോടെ തൻ പിതാക്കൾ പണ്ടേ കപ്പലിൽ വന്നേ തുമ്പക്കീനാനും കൂട്ടാരും ചേരക നാട്ടിൽ വന്നു
പുകഴ്ന്നേ പരദേശി നാനൂറും വന്നവരിങ്ങോ വേരോടി പെറ്റു വളർന്നേക്കാനായ ആസുറിയാനി കൂട്ടത്തിൽ വന്നണയുന്നേ കല്യാണം അയലുള്ളോരും അറിവുള്ളോരും അനുവാദങ്ങൾ ഇനി തന്നോണം പെണ്ണിനും പയ്യനും ചന്തവും ചാത്തിടുന്നേ പണ്ടേ കപ്പലിൽ വന്നേ തുമ്പക്കിനാനും കൂട്ടാരും ചേരക നാട്ടിൽ വന്ന് പുകഴ്ന്നേ പരദേശി നാനൂറും തറയിൽ പായവിരിക്ക് വെതിയൊരുക്ക് നത്തൂനെ നല്ല കൊരണ്ടിയും ഉണ്ടാക്ക് വെള്ള വിരിച്ചു വെടിപ്പാക്ക് മിശിഹാ തന്നെ നിനച്ച് കൊലുവിളക്ക് വെച്ചേക്ക് വെള്ളവും എണ്ണയും കൊണ്ടോര് മഞ്ഞളരച്ചതും തന്നേര് ഇതുവരെ